ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ കരാട്ട ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഉദാഹരണത്തിന് ഒരു ഫ്രണ്ട് കിക്ക് ചെയ്യാം. ഫ്രണ്ട് കിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്തിട്ട് ഇവിടെ നോക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അങ്ങനെ ഓക്കെ ഉണ്ടല്ലേ. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വിഷയം. ഇനി നമ്മൾ ആ സെയിം ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ലെഗ് നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ എന്ത് ചെയ്യുക, ഈ കൈ കൊണ്ട് ഫേസിലോട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണ്ട സ്വാഭാവികമായിട്ടും ഇവിടെ. അപ്പം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഫ്രണ്ട് കിക്ക് ചെയ്യാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ ചെയ്യാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ചവിട്ട് കൊള്ളും. ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഈ കൈ കൊണ്ട് അടി വരും. അപ്പോൾ ഇതിന് പിന്നെ അത് പിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്താണ് ഈ കൈ കൊണ്ട് അടിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അറ്റാക്കിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യും എന്നുള്ളതാണ്. ഒന്നുമില്ല, ശ്രദ്ധിക്കുക. ഫസ്റ്റ് കോൺഫിഡൻസ് ആണ് വേണ്ടത്. നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എല്ലാ ഇതിലും പറയുന്ന പോലെ തന്നെ നമ്മളിത് കിക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാണ്ട് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ റിസ്ക് കയറാം. ഓക്കെ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. നമ്മൾ ഇങ്ങനെ താക്ക് തള്ളി കൊടുക്കുക. കാരണം കിക്ക് വരുമ്പോൾ ഇങ്ങനെ കയറാൻ വരിക. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് ഇവിടെ നോക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മാറിയിട്ട് നമ്മൾ ഇങ്ങനെ ക്യാച്ച് ചെയ്യാം. കണ്ടാ, ക്യാച്ച് ചെയ്യുക. ഇങ്ങനെ ക്യാച്ച് ചെയ്തിട്ടാൽ മതി. ക്യാച്ച് ചെയ്യുക, വലിച്ചു നോക്കുക, വലിക്കുകയാണെങ്കിൽ നമ്മൾ ഈ കൈ കൊണ്ട് പിടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഈ കൈ കൊണ്ട് അടിച്ചു നോക്കണ്ട. അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഈ ലെഗ് വിടും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ പിടിക്കണ സമയത്ത് അടിക്കണ സമയത്ത് ജസ്റ്റ് ഒന്ന് മാറുക. ജസ്റ്റ് മാറുമ്പോൾ തന്നെ അടി അങ്ങോട്ട് പോകും. കണ്ടില്ലേ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിൽ കൊള്ളും. ജസ്റ്റ് അടിക്കുക, നമ്മൾ ഇങ്ങോട്ട് മാറുക. അപ്പോൾ നമ്മൾ കൈ ഇവിടെയാണ്. ഇത് വലിക്കാൻ അയക്കരുത്. ഈ കൈ എടുത്തു കഴിഞ്ഞാൽ വലിച്ചു വെക്കുക. ചിലപ്പോൾ വലിച്ചു ഒഴിവാക്കും. എന്നാലും റിസ്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ കൈ ഇവിടെ ഇത് വെച്ചതിന് ശേഷം ഇവിടെ ക്യാച്ച് ചെയ്യുന്നു. അടിക്കുന്ന സമയത്ത് ജസ്റ്റ് മാറുക, സ്പീഡിൽ അടിക്കുക. കണ്ടാ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിൽ അടി കൊള്ളും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നല്ല ഫാസ്റ്റിൽ അടിക്കുന്ന സമയത്ത് റിട്ടേൺ വരുന്ന സമയത്ത് പിടിക്കുക. കണ്ടാ, പിടിച്ചിട്ട് ഇതിനകത്താക്കുക. ഇനി അതുകൊണ്ട് അടിക്കുന്ന സമയത്ത് നമ്മൾ ഇതിലും കണ്ടാ ഇങ്ങനെ ലോക്ക് ചെയ്യുക. ഈ കൈ കൊണ്ട് നമ്മൾ ഇവിടെ ലോക്ക് ചെയ്യുക. ഈ രണ്ട് കൈ കണ്ടില്ലേ, രണ്ട് കൈ ഇങ്ങനെ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതുകൊണ്ട് ചവിട്ടാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വലിച്ചിട്ട് അയക്കാം. അങ്ങോട്ട് പുറകോട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും തള്ളി കൊടുക്കും ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങോട്ട്. കണ്ടില്ലേ, അതൊന്നും കൂടി നോക്കുക, ചെയ്യുന്നത് എങ്ങനെ നോക്കുക. ട്രിപ്പിൾ അറ്റാക്കാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട് കിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണി പോളും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്പോട്ട് മാറിയിട്ട് ബ്ലോക്ക് ചെയ്യുക, അടിക്കുക. സമയത്ത് മാറിയതിന് ശേഷം റിട്ടേൺ വരുമ്പോൾ പിടിക്കുക. കണ്ടില്ലേ, ഇതും അതുപോലെ തന്നെ ഉണ്ട്. ഇതെന്തായാലും ഇങ്ങോട്ട് എത്തൂല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് എത്തും. കണ്ടില്ലേ, അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് നിന്ന് ജസ്റ്റ് മാറുക, പിടിച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്യുക. ജസ്റ്റ് വലിച്ചയച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആള് നിലത്ത് വീഴുന്നു മാത്രമല്ല, കണ്ടില്ലേ, നല്ല പെയിനും വരും. കാരണം ഒന്നിച്ച് രണ്ട് കൈയും ഒരു കാലും കൂടി ലോക്കായി നിൽക്കുന്ന ഒരവസ്ഥ. ഈ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ചെയ്യുന്ന സമയത്ത് മാറിയിട്ട് ക്യാച്ച് ചെയ്യുക. അടിക്കുന്ന സമയത്ത് ജസ്റ്റ് മാറുക. കണ്ട, റിട്ടേൺ വരുന്ന സമയത്ത് മാറുക, ക്യാച്ച് ചെയ്യുക. കണ്ട, ആണ്ട് വലിക്കുക. ഇത് ഞാൻ പൊക്കിയിട്ടില്ല. പൊക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇഞ്ചുറി വരും. എന്തായാലും ഇന്നത്തെ ഈ ട്യൂട്ടോറിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.